ഇനി ലേറ്റ് ആക്കി ചിലപ്പോൾ പ്രസവിച്ചു പോകും. അതുകൊണ്ട് എന്റെ പ്രഗ്നന്റ് ആയ ഫ്രണ്ടിനെ കാണാൻ പോകാൻ കേട്ടോ. കുറെ ദിവസമായി കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഈ പ്ലാനിങ് ഡെയിലി നടക്കുന്നതല്ലാണ്ട് ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഒന്നും നോക്കണ്ട, എന്തായാലും ഇന്ന് തന്നെ പോകാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി. വെറുതെ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചെറിയൊരു കേക്കും കുറച്ച് പോപ്സും വാങ്ങിട്ടോ. ചെന്നപ്പോഴേക്ക് ഓളം അമ്മ ഒരു ഓറഞ്ച് ജ്യൂസൊക്കെ ആയിട്ട് വന്ന് ആ ജ്യൂസും കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത്. ആദ്യത്തെ പീസ് കട്ട് ചെയ്തിട്ട് ഓളനെ തിന്ന്, ബാക്കിയുള്ള പീസുകളൊക്കെ ഞാൻ കേട്ടോ കട്ട് ചെയ്തത്. കട്ട് ചെയ്ത് വെച്ച പീസ് ഏതെങ്കിലും ഒന്ന് വലുതായി പോലെ പിന്നെ അവിടെ അടിയാവട്ടോ. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ കോൺസെൻട്രേഷനിലാണ് ഓരോ പീസും കട്ട് ചെയ്തത്. ഈ കോൺസെൻട്രേഷന്റെ പഠിത്തത്തിലുണ്ടെങ്കിൽ ഞാൻ എന്നും രക്ഷപ്പെട്ടു പോയി. കേക്ക് തിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓളം ഇപ്പം നല്ല മന്തി വാങ്ങിക്കൊണ്ടെന്ന്. ഞാനാണെങ്കിൽ നോൽമ്പ് അതുവരെ മുറിച്ചില്ലേനി. ഈ ചിക്കൻ കഴിക്കുന്നതോടെ എന്റെ നോൽമ്പ് മുറിയാണ്. മണ്ഡല മാസം ഇതോടെ അവസാനിക്കുന്നു. എന്തായാലും ഐശ്വര്യമായിട്ട് അത് അങ്ങോട്ട് കഴിഞ്ഞ് ഞാൻ ആദ്യം തന്നെ നല്ലൊരു പീസ് നോക്കി എടുത്തു വെച്ച് ഇതോടെ തീർന്നു വിചാരിക്കേണ്ട. മന്തി കഴിയുമ്പോൾ ഒരു ഐറ്റം കൂടി വരാനുണ്ട്. വേറെ നല്ല അരവണ പായസം. ഏട്ടന് ശബരിമലയ്ക്ക് പോയിട്ട് അരവണ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാവരും കൂടി പൊട്ടിച്ച് വെച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.